ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ കുറേ ദിവസമായിട്ട് നമ്മളെ ഗാലറിയിൽ കിടക്കുന്നു. പക്ഷേ എനിക്ക് പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് കുറച്ചൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, സൗണ്ടൊക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത്, ഇന്നല്ല കുറച്ച് ദിവസം മുന്നേ നമ്മൾ കക്കാടംപൊയിൽ ഒരു റിസോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ചേച്ചിയും ചേച്ചീൻ്റെ ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കുറേ ആയി പ്ലാൻ ചെയ്യുന്നു. പക്ഷേ ഡേറ്റ് നമുക്ക് 4-5 ഡേറ്റ്സിലാണ് നമ്മൾ പോയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ സായുവിന് പാമ്പേഴ്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹോളിഡേ വില്ല എന്ന് പറയുന്ന റിസോർട്ടിലേക്കാണ് പോയത്. ഇത് ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ അവിടെ കുറേ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു. ഞങ്ങൾ 2 ഫാമിലീസ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ പോയിരുന്ന സമയത്ത് കേട്ടോ. ഞങ്ങൾ ഒരുപാട് റിസോർട്ടുകൾ തപ്പി ലാസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കി ഞങ്ങളൊരു ഫ്രണ്ട് വഴി കിട്ടിയിട്ടുള്ളൊരു റിസോർട്ടാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പണികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഞങ്ങളൊരു ചെക്കിൻ 3 മണിക്കായിരുന്നു, പക്ഷേ ഞങ്ങളവിടെ എത്തിയിട്ടുള്ളത് 4:30-5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ കയറി കണ്ടു. നല്ല ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു കേട്ടോ. ഭയങ്കര എന്താ പറയുക, കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. വേറെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ നമ്മളെ വില്ലയാണ് കേട്ടോ അത്. അങ്ങനെ ഞാനും ഏട്ടനും നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ കയറി കാണാൻ നിന്നു. അതേപോലെ ഒരു ബാൽക്കണി ഉണ്ട്, പിന്നെ മുകളിലൊരു അപ്സ്റ്റെയറും ഉണ്ട്. അപ്പം ടോട്ടലി ഇത് ഒരു ഫാമിലിക്ക് നിൽക്കാൻ ഞങ്ങൾ 2 ആൾ മാത്രമല്ലേ ഇപ്പോൾ മുതിർന്ന ആൾക്കാരുള്ളൂ. ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു 6-7 ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്നൊരു വില്ലയാണ് കേട്ടോ. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമായിട്ട് തോന്നി. പിന്നെ ഇതാ നമ്മളെ റൂമിൽ നിന്ന് ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ചായക്കുള്ള സ്നാക്സൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ നമ്മൾ കെറ്റിലും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ നോമ്പിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഒക്കെ നമ്മൾ മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ കെറ്റിലെ ചായയൊക്കെ വെച്ച് ഞങ്ങൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ സായും കുഞ്ഞാപ്പയും ഭയങ്കര കളി ചെയ്യുന്നു കേട്ടോ. പിന്നെ നമുക്ക് ക്യാരംസ് കളിക്കാനുള്ളൊരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതൊക്കെ പിന്നെ രാത്രി എടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ നിന്നു. സായുവിന് എന്താ സംഭവം എന്നൊരു പിടി കിട്ടിയിട്ടില്ല കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങിയിരുന്നു വണ്ടിയിൽ നിന്ന് കൂടുതലും. പിന്നെ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഇത് കിട്ടിയിട്ടില്ല. പിന്നെ ഞാനും ചേച്ചി കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് ആ ചെങ്ങായിനെ ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോൾ ഉള്ള എക്സ്പ്രഷനാണത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ചേച്ചീൻ്റെ റൂമിലേക്ക് വന്നു. സായു ഫുൾ ടൈം ഓല റൂമിലായിരുന്നു കേട്ടോ. കുഞ്ഞാപ്പി ഉള്ളതുകൊണ്ട് തന്നെ ഓരോരുത്തേന്നും കൂടുതൽ സമയം. പിന്നെ ഫോട്ടോ സെക്ഷൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ മാറ്റി. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പൂൾ എൻജോയ് ചെയ്യാനാണ് കേട്ടോ കാര്യമായിട്ട് റിസോർട്ട് എടുത്ത് വന്നത്. ഈ 2 ദിവസം ഞങ്ങൾക്ക് എന്ത് കിട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയും പൂൾ അടിപൊളിയായിരുന്നു. പൂളിലുള്ള ആ ഒരു എക്സ്പീരിയൻസ്. ഞാൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പൂളിൽ ഇറങ്ങിയത് ഞാൻ 4ാം ക്ലാസ്സിലെങ്ങാനും പഠിക്കുമ്പം എൻ്റെ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ളൊരു ടൂറുണ്ടായിരുന്നു തിരൂരൊരു പാർക്കിൽ. അവിടെയാണ് ഞാൻ ലാസ്റ്റ് പൂളിലിറങ്ങിയത്. പിന്നെ ഇത്രയും കാലമായിട്ട് ഞാൻ ഇങ്ങനൊരു സംഭവത്തിൽ ഇറങ്ങിയില്ല. അപ്പം ഞാനും ചേച്ചിയും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇവർ 2 ആളും പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ വരുന്നതുകൊണ്ട് തന്നെ ഓൽക്ക് വലിയൊരു ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും നല്ല നൈസാണ് കുട്ടികളൊക്കെ കൊണ്ടുവരാൻ. സായുവിൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് തന്നെയാണ്. ഓനൊക്കെ ഇറക്കിയപ്പോൾ ഭയങ്കര സന്തോഷം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇനി ഇവിടെ നിന്ന് ചെല്ലുമ്പോഴത്തേക്ക് പനി എങ്ങാനും പിടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഓടിക്കും വിചാരിച്ചിട്ട് പിന്നെ ഓനധികമായിട്ട് ഇറക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാ കുഞ്ഞാപ്പിക്കുള്ള മറ്റേ റിങ്ങിലൊക്കെ കാറ്റ് നിറയ്ക്കുകയാണ്. അവിടെയുള്ള റിങ്ങൊക്കെ വലുതായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓന് സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ജാക്കറ്റും റിങ്ങൊക്കെ. അങ്ങനെ പിന്നെ ഒരു 8-9 മണി വരെ ഞങ്ങൾ പൂളിൽ തന്നെ ഇരുന്നു കേട്ടോ. കയറിയപ്പോഴത്തേക്ക് ഒരു 6 മണിയൊക്കെ ആയിട്ട് കേട്ടോ പൂളിൽ. പിന്നെ അത് സായുവിന് ഞാൻ കോട്ടും സാധനങ്ങളൊക്കെ ഇട്ട് ചെക്കങ്ങനെ വിറയ്ക്കുക അവിടെയുള്ള തണുപ്പുകൊണ്ട്. അങ്ങനെ ഞാൻ കോട്ടൊക്കെ ഇടിപ്പിച്ചെടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ ഒരു എന്താ പറയുക, ഒരു അർമാദിക്കലായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഏട്ടൻ കയറുമ്പം ഞാൻ പൂളിലിറങ്ങും, ഞാൻ കുട്ടീനെ നോക്കുമ്പോൾ ഏട്ടൻ പൂളിലിറങ്ങും. എപ്പോഴെങ്കിലും ഒരാൾ കരയിൽ തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ കുഞ്ഞാപ്പിക്കൊന്നും ഒരു തണുപ്പില്ല. ഞങ്ങൾക്കൊക്കെ കുറേ കഴിഞ്ഞപ്പോൾ തണുത്തിങ്ങനെ കോറാൻ തുടങ്ങി. പക്ഷെ ചെക്കൻ ഭയങ്കര ഇതായിരുന്നു.
അങ്ങനെ പിന്നെ കുറേ അവിടെ കളിച്ച് നിന്നിട്ടോ. പിന്നെ ഞങ്ങളൊക്കെ കയറി, ചേച്ചി ഞാനും കുഞ്ഞാപ്പിയൊക്കെ കയറി. പിന്നെ അളിയന്മാർ തമ്മിലുള്ള ഇതായിരുന്നു. ഓല് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ആ അറ്റത്ത് പോയിരുന്നു. ഭയങ്കര രസമാണ് കേട്ടോ. അവിടെ എന്താ പറയുക, പൂളിൻ്റെ ആ അറ്റത്ത് നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ മലയൊക്കെ കാണും. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് അങ്ങനെ കാണാത്തത്. പിന്നെ അവിടെ നിന്ന് കയറി വന്ന് ഫുഡും കഴിച്ച് മക്കൾ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് തന്നെ ഉറങ്ങീന് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 12:30-1 മണി വരെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് നിന്നുണ്ട്. ഭയങ്കര രസമായിരുന്നു. ഇങ്ങനത്തെ ഒരു ദിവസം കുറേ കാലമായിട്ട് എന്താ പറയുക, മിസ് ചെയ്ത് കിടക്കുന്നു. ഞാനെൻ്റെ പ്രഗ്നൻസിയും ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ മാറി നിന്നിട്ട്, അതായത് കുറേ ദൂരം അല്ലെങ്കിൽ പോലും വീട്ടിൽ നിന്ന് ഇത്രയും ദിവസം മാറി നിൽക്കുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ എണീറ്റപ്പം അച്ഛനും മോനൊക്കെ ഭയങ്കര ഉറക്കമാണ്. അപ്പോൾ ഞാൻ നേരത്തെ നീച്ചാണ്ട് ഞാൻ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നീച്ചത്. അപ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം നേരം വെളുത്തുണ്ട് കേട്ടോ. ഒരു 6 മണി 6:30 ആയിട്ടുണ്ട്. പക്ഷെ എന്തൊരു കാമാണെന്ന് അറിയോ, അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു ദിവസം പോയി സ്റ്റേ ചെയ്യുന്ന വേണം. അത്രയ്ക്കും ഭയങ്കര വൈബാണ്. പക്ഷെ ഞങ്ങളെ ശല്യപ്പെടുത്താനൊന്നും നിന്നില്ല. ഞാൻ വേഗം പോയി വീഡിയോസൊക്കെ എടുത്ത്, എന്താ പറയുക, ഭയങ്കര കിളികളെ ശബ്ദവും ക്ലീശ ഡയലോഗ്സാണ്. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. പിന്നെ ഞാനും ഏട്ടനും കുറച്ച് നേരം റൊമാൻറ്റിക്കായിട്ട് അവിടെ പോയി നിന്നു കേട്ടോ. ഇതൊക്കെ നമ്മളെ ലൈഫിൽ കിട്ടുന്ന നല്ല മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് എൻ്റെ ഡെലിവറിക്ക് ശേഷം ഇങ്ങനെ ചെറിയ ചെറിയ ട്രിപ്സൊക്കെ പോലുണ്ടെങ്കിൽ പോലും ഞങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ കുറേ ആയിട്ടോ പോയിട്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിന് മുന്നേ, പ്രഗ്നൻസിക്ക് മുന്നേ ഞങ്ങൾക്ക് തന്നെയാണ് വഴി, ഇടയ്ക്കിടയ്ക്ക് എവിടേക്കെങ്കിലും പോവാം. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെയും പൂളിൻ്റെ സൈഡിലേക്ക് കയറി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓരന്നെയാണ് കേട്ടോ തന്നത്. പുട്ടും വെള്ളയപ്പവും കറിയൊക്കെയായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡ്. അങ്ങനെ പിന്നെ ഞങ്ങൾ പൂളിലേക്ക് ഇറങ്ങി. അങ്ങനെ കുറേ നേരം അർമാദിച്ച് പിന്നെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോരുന്ന വഴി ഫുഡും കഴിച്ചിട്ടാണ് വീട്ടിൽ പോകുന്നത്. അപ്പോൾ ആരെങ്കിലും കക്കാടം പോയിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ട് തപ്പുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ റിസോർട്ടിൽ എന്തായാലും പോകട്ടെ. അപ്പോൾ അത്ര അടിപൊളി റിസോർട്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.